യേശുവിനോടൊപ്പമുള്ള യാത്ര. രാജാധി രാജാവിനെ ബഹുമാനിക്കുന്ന ജീവിതം. വെളിപ്പാട് 7-ാം അധ്യായം 12-ാം വാക്യം. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞു ദൈവത്തെ നമസ്കരിച്ചു. യേശുവിനോടൊപ്പം നാം യാത്ര ചെയ്യുമ്പോൾ നാം യാത്ര ചെയ്യുന്നത് രാജാധി രാജാവും കർത്താധി കർത്താവുമായ ദൈവത്തോടു കൂടെയാണ് എന്നത് നാം എപ്പോഴും ഓർക്കണം. നമ്മുടെ ജീവിതം രാജാധി രാജാവായ കർത്താവിനെ ബഹുമാനിക്കുന്ന ജീവിതമായിരിക്കണം. ഈ ലോകത്തിലെ രാജത്വത്തിൽ നിന്നും വ്യത്യസ്തമാണ് കർത്താവായ യേശുവിൻ്റെ രാജത്വം. സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് കർത്താവായ യേശുവിൻ്റെ രാജത്വം. കർത്താവായ യേശു യെരൂശലേമിലേക്ക് കടന്നു വന്ന ഹോശന്നാ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നതും ഇതാണ്. കർത്താവായ യേശു എന്ന രാജാധി രാജാവിൻ്റെ ശുശ്രൂഷക്കാരാണ് നാം. നമ്മുടെ ജീവിതത്തിന്മേൽ അധികാരമുള്ള രാജാവാണ് കർത്താവായ യേശു എന്ന് ദൈവം നമ്മെ ഇന്നും ഓർമ്മിപ്പിക്കുന്നു. രാജാധി രാജാവായ യേശു സ്വർഗീയ മഹിമകൾ വെടിഞ്ഞ് ഈ ഭൂമിയിൽ അവതരിച്ച് നമുക്കായി മരിച്ച് ഉയിർത്തെഴുന്നേറ്റ് ഇന്നും കർത്താധി കർത്താവായി ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്നേഹവും ബഹുമാനവും ആരാധനയ്ക്കും യോഗ്യനായ കർത്താവായ യേശുവിനെ ഇന്നും സ്തോത്രത്തോടും സ്തുതിയോടും കൂടെ ആരാധിക്കാം. കർത്താവായ യേശു രാജാവായി നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ കർത്താവിന് ഇഷ്ടമില്ലാത്ത ഒന്നും നമ്മുടെ ഉള്ളിൽ നിൽക്കാൻ പാടില്ല എന്നതും നാം ശ്രദ്ധിക്കണം. കർത്താവായ യേശു ആലയത്തെ ശുദ്ധീകരിച്ചതുപോലെ നമ്മുടെ ഉള്ളങ്ങളെയും ശുദ്ധീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. സെഖര്യാവ് 9-ാം അധ്യായം 9-ാം വാക്യം. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനും ആയി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു. നമ്മുടെ രാജാധി രാജാവായ കർത്താവ് താഴ്മയോടെ ചെറു കഴുതപ്പുറത്ത് കയറി വരുന്നത് കാണുവാൻ സാധിക്കും. സ്നേഹത്തിലും സൗമ്യതയിലും വിശുദ്ധിയിലും അടിസ്ഥാനപ്പെട്ടുള്ളതാണ് കർത്താവിൻ്റെ രാജത്വം. യേശുവിനോടൊപ്പമുള്ള യാത്രയിൽ നമ്മുടെ രാജാധി രാജാവിനെ പോലെ സൗമ്യതയോടെ ജീവിക്കുവാൻ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രാജാധി രാജാവും കർത്താധി കർത്താവുമായ യേശുവിനോടൊപ്പം സൗമ്യതയോടും വിശുദ്ധിയോടും ബഹുമാനത്തോടും ആരാധനയോടും പിന്തുടരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ സ്വർഗീയ പിതാവേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. രാജാധി രാജാവും കർത്താധി കർത്താവുമായ അങ്ങയെ ഞങ്ങളുടെ ഉള്ളിൽ സ്വീകരിക്കുന്നു. അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത സകലവും ഉപേക്ഷിച്ച് അങ്ങയെ ഞങ്ങളുടെ ഉള്ളിൽ കർത്താധി കർത്താവായി സ്വീകരിക്കുന്നു. സകല മാനവും മഹത്വവും പുകഴ്ചയും എല്ലാം അങ്ങേക്ക് തന്നെ അർപ്പിക്കുന്നു. സകല സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും സ്തുതികളിന്മേൽ വസിക്കുന്ന അങ്ങേക്ക് അർപ്പിക്കുന്നു. അങ്ങ് രാജാധി രാജാവായി വാഴുന്നതിനായി നന്ദി. സകലവും അങ്ങ് നിയന്ത്രിക്കുന്നതിനായി നന്ദി. ഞങ്ങളെ തന്നെ താഴ്ത്തി വിനയപ്പെടുത്തി സമർപ്പിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.